വിശദമായി കിടക്കുമ്പോൾ സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ് 6 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അടുത്ത 3 മണിക്കൂറിലേക്കാണ് അപ്രതീക്ഷിത മുന്നറിയിപ്പ്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, അപ്രതീക്ഷിത മുന്നറിയിപ്പുണ്ട്. 3 മണിക്കൂറാണ് റെഡ് അലർട്ട് 6 ജില്ലകളിൽ. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ? സൈത്ത്, മുന്നറിയിപ്പ് പുറപ്പെടുവിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ അതിതീവ്ര മഴ തന്നെയാണ് പെയ്യുന്നത്. ഇപ്പോഴും പല നഗരങ്ങളിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതായത് അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്ത് വലിയ ഇടിമിന്നലോട് കൂടിയുള്ള ശക്തമായ കാറ്റോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് വന്നത്. 5 മണിക്കാണ് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്നത്. അതിൽ 6 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകൾ എന്നത് തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് തുടങ്ങിയ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. യെല്ലോ അലർട്ട് മറ്റു 3 ജില്ലകളിലുണ്ട്. കൊല്ലം, ആലപ്പുഴ, തൃശൂർ തുടങ്ങിയ ജില്ലകളിലാണ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടതായി പറയുന്നു. ഒപ്പം തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ശക്തമായ മുന്നറിയിപ്പ്, അതായത് കൃത്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതായത് ശക്തമായ കാറ്റും ഒപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രകൾ പരമാവധി ഒഴിവാക്കുക, ഒപ്പം തന്നെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ അതിശക്തമായ അതിതീവ്രമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും പുതിയ അലർട്ട് കൂടി വരുന്നു. 5:50 പുറപ്പെടുവിച്ച അലർട്ട് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ ജില്ലയിൽ മാത്രമാണിപ്പോൾ അലർട്ട് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരേണ്ടതുണ്ട്.